വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സിറ്റിയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള എഡേഴ്സൺ ഈ ഒരു സീസണിൽ സിറ്റി വിടാനുള്ള ചാൻസുകൾ കൂടി വരികയാണ്. ഇപ്പൊ സൗദി ലീഗിൽ നിന്ന് ചെറിയൊരു ഓഫറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 50-60 മില്യണൊക്കെയാണ് സിറ്റി ഇപ്പൊ ചോദിക്കുന്നത്. ആ ഒരു വാല്യുവേഷൻ അൽ ഇത്തിഹാദ് മീറ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 40 മില്യൺ പ്ലസ് ആഡോൺസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി എഡേഴ്സനെ വിൽക്കാനുള്ള ചാൻസ് ആണ് ഇപ്പൊ കാണുന്നത്. പുതിയൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ഓർട്ടേഗ അടുത്ത പ്രൈമറി ഗോൾ കീപ്പർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓർട്ടേഗയുടെ പെർഫോമൻസ് നമ്മൾ പല മത്സരങ്ങളും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മിനി എഡേഴ്സൺ എന്നൊക്കെ പറയാം. ഷോർട്ട് സ്റ്റോപ്പിങ്ങിൽ വളരെ നല്ലൊരു പെർഫോമൻസ് പുള്ളി കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ എഡേഴ്സന്റെ ആ ഒരു എക്സ്പീരിയൻസ് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ബിഗ് മാച്ചിലൊക്കെ 1-on-1 സിറ്റുവേഷനിൽ എഡേഴ്സന്റെ സേവ് പലപ്പോഴും സിറ്റിയെ രക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു റൂമർ നമ്മൾ കേൾക്കുന്നത് കെവിൻ ഡിബ്രോയിൻ ഈ ഒരു സീസണിൽ സിറ്റി വിട്ടാൻ പോകുന്നു, സൗദി ലീഗിലേക്ക് പോകാൻ പോകുന്നു, പൈസ കൂടുതൽ കിട്ടുന്നൊക്കെയുള്ള പല റൂമേഴ്സും നമ്മൾ കേട്ടിരുന്നു. പക്ഷേ പെപ്പ് തന്നെ ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ഡിബ്രോയിൻ സിറ്റി തന്നെ തുടരും എന്നാണ് പെപ്പ് കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. പക്ഷേ പുള്ളി നല്ലൊരു ഓഫറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു ന്യൂസ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. വളരെ പ്രതീക്ഷയോടെ സ്പേഴ്സിൽ വന്നിട്ടുള്ള ഒരു യങ് പ്ലെയർ ആണ് ബ്രയൻ ഗിൽ. പുള്ളി വന്ന സമയത്ത് ഇപ്പോൾ ഡ്രിബിളിംഗ് ആയാലും ഗോയിങ് ഫോർവേഡ് ആയാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗ് പോലെ ഇത്ര ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടൂർണമെന്റിൽ ഈ ഒരു ബിൽഡപ്പ് വെച്ചിട്ട് കളിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പുള്ളി കുറച്ചുകൂടി വെയിറ്റ് ഒക്കെ പുട്ട് ഓൺ ചെയ്ത് ഡിഫൻസിനെ ഒരു 1-on-1 ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാവി ഉണ്ടാവും. ഒന്ന് തൊട്ടാൽ തന്നെ താഴെ വീഴുന്ന ഒരു ഫിസിക്കാണ് ബ്രയൻ ഗില്ലിനുള്ളത്. അത് മോശം എന്നല്ല, പക്ഷേ പലപ്പോഴും അത് നമുക്ക് നെഗറ്റീവായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് പുള്ളിയെ വിൽക്കാനുള്ള ഒരു പരിപാടിയാണ് സ്പേഴ്സിന്റെ സൈഡിൽ നമ്മൾ കാണുന്നത്. ജിറോണയിൽ നിന്ന് പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അത് ഫൈനലൈസ് ആയിട്ടില്ല, നെഗോസിയേഷൻ പ്രോഗ്രസ് ചെയ്യുന്നു എന്നാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ചെൽസിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് യങ് ഡിഫൻഡർ ആയിട്ടുള്ള ചലബ US ട്രിപ്പിന് പോകുന്നില്ല എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചെൽസി പലപ്പോഴും ഡിഫൻഡേഴ്സ് ഇഞ്ചുറി ആയ സമയത്തൊക്കെ ചലബ ഇറങ്ങിയിട്ട് ഒരു 1-on-1 കിടിലം പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ യങ് ഡിഫൻഡേഴ്സിന്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചലബ ടോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില പെർഫോമൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ ഒക്കെ പറയുന്നത് ഈ ഒരു സീസണിൽ ചലബ ടീം വിടാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. ആർസണൽ സൈഡിൽ നിന്നും കലഫേറിയുടെ ആ ഒരു ഡീല് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ഡീൽ കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്ട്രൈക്കറുടെ സൈനിങ് ഉണ്ടാവൂ എന്ന് അറിയുള്ളൂ. കാരണം ഹിസൂസിനെ വെച്ചിട്ട് ഈ ഒരു സീസൺ മുമ്പോട്ട് പോകും നമുക്കറിയില്ല. കായവേർഡ്സ് ഉണ്ട്. അത് മാത്രമല്ല എൻകിറ്റിയെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബാക്കപ്പ് സ്ട്രൈക്കറെ വാങ്ങാനുള്ള ചെറിയൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ലിവർപൂളിന്റെ കാര്യത്തിൽ വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല. ബട്ട് അലക്സാണ്ടർ അർണോൾഡ് ചിലപ്പോൾ ലിവർപൂള് വിട്ടു പോകും എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും റൂമർ മാത്രമാണ്. സ്ലോട്ടിന്റെ മനസ്സിൽ എന്താണെന്ന് പുള്ളിക്ക് മാത്രമേ അറിയൂ. പുള്ളി ഇപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ വെച്ച് ആ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. FSG ചിലപ്പോൾ അവസാന നിമിഷം 1-2 പ്ലേയേഴ്സിനൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഈ സ്ക്വാഡുമായിട്ട് ഈ സീസൺ മുമ്പോട്ട് പോകാൻ വേണ്ടി പറയാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെ കമന്റ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.